ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇസ്കൺ ടെമ്പിളിലേക്കുള്ള യാത്രയെക്കുറിച്ചുള്ള ഒരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ബാംഗ്ലൂരിലെ ഇസ്കൺ ടെമ്പിൾ വളരെ പേരുകേട്ട ഒരു ടെമ്പിളാണ്. അപ്പം ബാംഗ്ലൂരിൽ താമസിക്കുന്നവരാരെങ്കിലും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി നിങ്ങൾ കാണേണ്ട ഒരു ടെമ്പിൾ തന്നെയാണ്. വളരെ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്, വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. നല്ല രസമാണ് കാണാൻ. കുറച്ച് സമയം നമുക്ക് അവിടെയൊക്കെ ഇരുന്ന് പോകും അവിടുത്തെ അന്തരീക്ഷം കണ്ടാൽ. കാണാത്തവരൊക്കെ തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു നല്ല ഒരു സ്ഥലം തന്നെയാണ് ഇസ്കൺ ടെമ്പിൾ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങൾ 4 പേരാണ് ഇപ്പോൾ വീട്ടിൽ നിന്നും പോകുന്നത്. ഹസ്ബൻഡിൻ്റെ പെങ്ങളും മോളും കൂടിയും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർക്ക്. അപ്പം ഞങ്ങൾ 4 പേരും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത്. ഹസ്ബൻഡൊക്കെ ജോലിക്ക് പോയിട്ട് വന്നിട്ട് ടയേർഡാണ്. വലിയ മോളും അതെ, കോളേജിൽ നിന്ന് വന്ന് ക്ഷീണമായിട്ടിരിക്കുകയാണ്. ചെറിയ മോളും കോളേജിൽ പോയിരുന്നു, പക്ഷേ അവൾക്ക് പോരാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അവൾ പോന്നു. പിന്നെ ഇനി അമ്പലത്തിൻ്റെ അടുത്ത് വലിയ സിസ്റ്ററുടെ മോള് താമസിക്കുന്നുണ്ട്. അവളിവിടെ ജോലി ചെയ്യാണ്. അവളെ ഇതിൻ്റെ മുന്നേയൊക്കെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവളും കൂടി അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 5 പേരാണ് പോയത്. ഞങ്ങൾ ടാക്സിക്കെല്ലാം വെയിറ്റ് ചെയ്തു കേട്ടോ കുറേ സമയം. പക്ഷേ മഴ കാരണം ടാക്സി ഒന്നും വരുന്നില്ല, എല്ലാം ക്യാൻസലാക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അടുത്ത സ്റ്റേഷനിലേക്ക്, മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് മെട്രോയിലായതുകൊണ്ട് തന്നെ ട്രാഫിക്കൊന്നും അനുഭവപ്പെട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് എത്തി. ഞങ്ങളൊരു 6:30 ആയപ്പോൾ അവിടെ എത്തി. ഈവനിങ്ങിൽ തൊഴുകാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. അപ്പം ഞങ്ങൾ മെട്രോ ഇറങ്ങി കേട്ടോ. മെട്രോ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒരു കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കണം, 5 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇനി വലിയ പെങ്ങളുടെ മോള് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവളിവിടെ യലഹങ്കയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവളെ ഇവിടെ എത്തും. അപ്പോഴത്തേക്കും ഞങ്ങളിവിടെ തൊട്ടടുത്ത് തന്നെ ഒരു രാധാകൃഷ്ണ ടെമ്പിൾ, ഗുരുവായൂർ മോഡലുള്ള ഒരു ടെമ്പിൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് കയറിയിട്ടൊന്ന് തൊഴുതു. ഇതാണ് ആ അമ്പലം കേട്ടോ, രാധാകൃഷ്ണ ടെമ്പിൾ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കയറിയിട്ടൊന്ന് തൊഴുതിറങ്ങി. അവിടെ തൊട്ടടുത്ത് തന്നെയാണ്, ഇസ്കൺ ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇനി ഞങ്ങൾ ഇസ്കൺ ടെമ്പിളിലേക്ക് പോവുകയാണ്. ഒന്നങ്ങ് ക്രോസ് ചെയ്താൽ ഇസ്കൺ ടെമ്പിളായിട്ടോ. ഞങ്ങൾ ഇസ്കൺ ടെമ്പിളിലേക്ക് കയറി. ഇവിടെ ഇരുട്ട് ആയിട്ട് തുടങ്ങിയല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ക്ലിയർ ഇല്ലാത്തത് കേട്ടോ. ഇങ്ങനെ ലൈറ്റൊക്കെ ആയിട്ട് കുറച്ച് ക്ലിയർ കുറവായത് അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പെങ്ങളുടെ മോൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അനഘ ഇങ്ങോട്ട് വരും. അപ്പോൾ അവളെ വെയിറ്റ് ചെയ്യാണ്. കുറച്ച് സമയം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തു. കാരണം ട്രാഫിക്കാണ്. വരുമ്പോൾ അവൾക്ക് ഭയങ്കര ട്രാഫിക്കായിരുന്നു. ഞങ്ങൾ പിന്നെ മെട്രോയിലായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ട്രാഫിക് അനുഭവപ്പെട്ടില്ല. അപ്പോൾ നിറച്ച് ആളുകളുണ്ടായിരുന്നു. ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഈവനിങ്ങിന് നല്ലൊരു വൈബാണ് ഇവിടെ. പിന്നെ ചെരുപ്പെല്ലാം സൂക്ഷിച്ച് വെക്കാൻ വേറെ സ്ഥലമുണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ കുറച്ച് സമയം അനഘയെ വെയിറ്റ് ചെയ്തു. അനഘ വന്നതിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ ലൈനിൽ ഇങ്ങനെ പോകാൻ തുടങ്ങിയത്. ലൈനുണ്ട് കേട്ടോ, നല്ലപോലെ ലൈനുണ്ടായിരുന്നു. ഇസ്കൺ ടെമ്പിളിലേക്ക് ഉള്ളിലേക്ക് കിടക്കാൻ നല്ലപോലെ ലൈനുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് പോകുന്ന ലൈനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് 1 മണിക്കൂർ കൊണ്ടൊക്കെ ഞങ്ങൾ തൊഴുത് ഇറങ്ങി. അധികമൊന്നും ഞങ്ങൾക്ക് Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna, Hare Hare, Hare Rama, Rama. ഇവിടെ ഓരോരുത്തർക്കും ഇങ്ങനെ കാല് വയ്ക്കുന്നതിനായിട്ട് ഓരോ കല്ല് പതിച്ചിട്ടുണ്ട്. ആ കല്ലുമ്മിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് കടന്നിട്ട് വേണം അടുത്ത്. Hare Krishna, Krishna
Krishna Krishna Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare ഇത് അമ്പലത്തിൽ ഉള്ളിൽ കയറുന്നതിൻ്റെ മുന്നേ കുറച്ച് ഒഴിഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്ന് പുറത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. വളരെ ഭംഗിയായിട്ടുണ്ട്. സന്ധ്യയായില്ലോ, രാത്രിയായി. ഒരു 7 മണി ഒക്കെ ആയി, 7:45 ആയി. ആ സമയത്ത് പുറത്തെ കാഴ്ചയാണ്. ഇതാ ഞങ്ങൾ ഉള്ളിലേക്ക് കിടക്കാൻ തുടങ്ങുകയാണ്. വളരെ നീണ്ട ലൈനാണ്. ഇപ്പോൾ പ്രധാന അമ്പലത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ വീഡിയോ പാടില്ല എന്നാണ് നിർദ്ദേശം കേട്ടോ. അവിടുത്തെ കുറച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റി. മോള് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ബാംഗ്ലൂർ. അവളും എത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് ലൈനിൽ നിന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അതിന് മുന്നുള്ള കാഴ്ചയാണത്. ഉള്ളിലേക്ക് കയറിയാൽ മൊബൈലെല്ലാം സ്വിച്ച് ഓഫ് ആക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അറിയില്ല, കടന്നു കഴിഞ്ഞാലേ അറിയുള്ളൂ. കുറേ മുന്നേ ഞാനൊരു പ്രാവശ്യം വന്നതാണ്. ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെയെല്ലാം തൊഴുതതിന് ശേഷം ഞങ്ങൾ വേറെ വഴിയാണ്, താഴത്തേക്ക് ഇറങ്ങുവാൻ വേറെ വഴിയാണ്, കയറുവാൻ വേറെ വഴിയും താഴത്തേക്ക് ഇറങ്ങാൻ വേറെ വഴിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ പോണ വഴി കുറേ കടകളെല്ലാം ഉണ്ട്. സാധനങ്ങളെല്ലാം വാങ്ങണമെങ്കിൽ വാങ്ങാം. അവിടെയൊന്നും ഫോട്ടോ അലൗഡ് അല്ല, ക്യാമറ അലൗഡ് അല്ല. അതുകൊണ്ടൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ തൊഴുതിട്ട് താഴത്തേക്ക് ഇറങ്ങുകയാണ്. താഴത്തേക്ക് ഇറങ്ങുവാൻ ഒരു വഴിയും നമുക്ക് കയറുവാൻ വേറൊരു വഴിയാണ്. അപ്പം ഇതിലൂടെ അങ്ങ് ഉള്ളിലൂടെ നടന്നു കഴിഞ്ഞാൽ ഒരുപാട് കടകളും ഒക്കെ ഉണ്ട്. നമുക്ക് ഷോപ്പിംഗ് എല്ലാം ചെയ്യാം. നിറയെ ബുക്സും കാര്യങ്ങളും ഫോട്ടോസ്, കൃഷ്ണൻ്റെ പല പല കടകളിലും പല പല സാധനങ്ങളാണ്. അപ്പോൾ അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും താഴെ എത്തി, ഇസ്കോൺ ടെമ്പിളിൻ്റെ ഏറ്റവും താഴെ എത്തി. അവിടെ കുറച്ച് ഫുഡ് സ്റ്റാളുകളൊക്കെ ഉണ്ട്. സ്നാക്സോ കഴിക്കേണ്ടവർക്ക് കഴിക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 1, 2, 3 ഐറ്റംസ് എല്ലാം കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങി അവിടെ ഇങ്ങനെ അമ്പലത്തിലെ പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ.
അത് ഇങ്ങനെ ഒരു പ്രസാദമായിട്ട് ഇങ്ങനെ ലൈനിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രസാദം എല്ലാം മേടിച്ച് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഇസ്കോൺ ടെമ്പിളിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. എന്നും പറയുന്നത് പോലെ തന്നെ കമൻറ്റ്സ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.